ഈ ഞായറാഴ്ചയിലെ സുവിശേഷ പാഠം എടുത്തിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വസ്തുതയുടെ പ്രസ്താവന എന്ന നിലയിൽ ഈ വചനം പ്രവചനാത്മകമാണ്. ഈശോ ഈ പ്രവചന വചനം അരുൾ ചെയ്തത് അന്ത്യ അത്താഴത്തിന് ശേഷമുള്ള സമയത്താണ്. ഈ വചനഭാഗത്തിലെ കാണുക എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചനുഭവിച്ചതുമായ മിശിഹായെ, ജീവൻ്റെ വചനത്തെയാണ് തൻ്റെ ശ്രോതാക്കളെ അറിയിക്കുന്നത് എന്നാണ്. ഈശോ അന്ധർക്ക് കാഴ്ച കൊടുത്തിട്ട് അവരോട് കാണുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. കണ്ണുണ്ടായിട്ടും കാണാത്ത ആത്മീയ അന്ധതയെ ഈശോ സുവിശേഷങ്ങളുടനീളം വിമർശിക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാർ കാണാൻ ആഗ്രഹിച്ചതും എന്നാൽ ഈശോയെ കാണുന്നവർ അനുഭവിക്കുന്നതുമായ മഹാഭാഗ്യത്തെ ഈശോ പുകഴ്ത്തി പ്രശംസിക്കുന്നതായും, ഈശോയെ കണ്ട ശിമയോൻ താൻ കാത്തിരുന്ന രക്ഷയെ കണ്ടു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതായും നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. തന്നെ കുത്തി മുറിവേൽപ്പിച്ചവന് കാഴ്ച കൊടുത്ത ഈശോ ശിഷ്യഗണം നോക്കി നിൽക്കെയാണ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് കണ്ട സൃഷ്ടാവിൻ്റെ മനുഷ്യാവതാരമായ ഈശോ തന്നെ കാണും, തന്നെ കാണുകയില്ല എന്ന പദങ്ങൾ ഉപയോഗിക്കുന്നത് തികച്ചും അർത്ഥസമ്പന്നതയോടെയാണ്. ഈ വചനഭാഗത്തിൽ ഈശോ പറയുന്നത് താൻ തൻ്റെ ശിഷ്യരെ അല്പസമയത്തേക്ക് കാണുകയില്ല എന്നല്ല, തൻ്റെ ശിഷ്യർ തന്നെ അല്പസമയത്തേക്ക് കാണുകയില്ല എന്നാണ്. കാരണം തൻ്റെ പീഡാസഹന സമയത്ത് തൻ്റെ ശിഷ്യന്മാർ തന്നെ വിട്ടുപോകുമെന്നും പിന്നീട് ഉയർപ്പിൻ്റെ പ്രകാശത്തിൽ അവർ തന്നെ കാണുമെന്നും ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ നാം കാണാതിരിക്കണമെങ്കിൽ ആ വ്യക്തിയോ വസ്തുവോ നമ്മിൽ നിന്ന് അകറ്റപ്പെടുകയോ ചെയ്യണം. അഥവാ നാം ആ വ്യക്തിയിൽ നിന്നോ വസ്തുവിൽ നിന്നോ അകലുകയോ ചെയ്യണം. ഇവിടെ ഈശോ ആകുന്ന വ്യക്തി സ്വമേധയാ ശിഷ്യരിൽ നിന്ന് അകലുകയല്ല, മറിച്ച് ശിഷ്യർ ഈശോയിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്യുന്നത്. തന്നിൽ നിന്ന് ഓടി അകലുകയും തന്നെ തള്ളിപ്പറയുകയും ചെയ്തവരെ നോക്കുന്ന ഈശോയെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഈശോ തൻ്റെ അമ്മയെ ശിഷ്യനെ ഏൽപ്പിക്കുന്നത്. ഉയർപ്പിന് ശേഷം ഈശോയെ കണ്ടവർ ആരും തന്നെ ഒറ്റ നോട്ടത്തിലോ ആദ്യ ശ്രവണത്തിലോ ഈശോയെ തിരിച്ചറിയുന്നില്ല. സാവകാശത്തിൽ ഘട്ടം ഘട്ടമായാണ് അവർ ഈശോയെ തിരിച്ചറിയുന്നത്. ഉത്ഥിതനായ ഈശോയെ കണ്ടവരുടെ സാക്ഷ്യം കേട്ട് വിശ്വസിക്കുവാൻ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ തയ്യാറാകുന്നില്ല. മറിച്ച് ഈശോയെ കണ്ട് വിശ്വസിക്കുവാൻ ശ്ലീഹ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ രാത്രിയിൽ തന്നെ കാണാൻ ആഗ്രഹിക്കാതിരുന്ന, അഥവാ ആഗ്രഹിച്ചാൽ തന്നെ ഈശോയെ കാണുവാനും അവനെ അടുത്ത് അനുഗമിക്കുവാനും ധൈര്യം കാണിക്കാതിരുന്ന സ്ലീഹന്മാർ ഉയർപ്പിൻ്റെ പ്രകാശത്തിൽ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു, സാവകാശത്തിൽ ഈശോയെ തിരിച്ചറിയുന്നു. നമ്മുടെയും ജീവിതത്തിലും കാണുക എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നാമും പലപ്പോഴും കണ്ണുണ്ടായിട്ടും കാണാത്തവരാണ്. ചിലപ്പോഴേക്ക് കണ്ണു തുറക്കുവാൻ ഭയപ്പെടുന്നവരുമാണ്. നല്ലതെന്ന് ദൈവം കണ്ട സൃഷ്ടപ്രപഞ്ചത്തിലും ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലും സൃഷ്ടാവിൻ്റെ മുഖം സൃഷ്ടപ്രപഞ്ചത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ച് നന്മ ചെയ്ത് ഭൂമിയിൽ സഞ്ചരിച്ച് സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം നാം കാണേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുക സൃഷ്ടാവിനെ പ്രതിഫലിപ്പിക്കുന്ന സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയായിരിക്കാം. എന്നാൽ മറ്റ് അവസരങ്ങളിലാകട്ടെ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയെ വികൃതമാക്കുന്ന മനുഷ്യൻ്റെ ക്രൂരതയും സ്വാർത്ഥതയുമായിരിക്കാം. ചിലപ്പോൾ നാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുക പീഡ സഹിക്കുന്ന ഈശോയുടെ മുഖമായിരിക്കാം. മറ്റു ചിലപ്പോഴാകട്ടെ ഉത്ഥിതൻ്റെ ശോഭിതമായ മുഖവും. നന്മ തിന്മ സമ്മിശ്രമായ ഈ യാഥാർത്ഥ്യങ്ങളെ കാണുമ്പോൾ അവയോട് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടോടെ പ്രതികരിക്കുവാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ക്രൈസ്തവ പക്വതയുടെ ഭാഗമാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ അല്പസമയത്തിൽ
അവിടുത്തെ കാണുവാൻ ധൈര്യപ്പെടാതിരുന്ന അഥവാ കണ്ടിട്ടും കാണാത്തവരെ പോലെ ഭാവിച്ച ശിഷ്യന്മാരെ പോലെയാകാതെ നമ്മുടെ ഇടയിലുള്ള പീഡ സഹിക്കുന്നവരിലും കരയുന്നവരിലും ഈശോയുടെ തിരുമുഖം കാണുവാൻ നമുക്ക് ശ്രമിക്കാം. ആ വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ ദിനങ്ങളിൽ നാം ചോദിച്ചു പോകാറുണ്ട്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന്. എല്ലാം നല്ലതായി ഇരുന്നു എന്ന് സൃഷ്ടാവായ ദൈവം ഏകനായിരിക്കുന്നത് കണ്ടപ്പോൾ അവന് സഖിയെ നൽകി. മനുഷ്യന് നല്ലതല്ലാത്ത എന്ത് കണ്ടാലും അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. പഴയ നിയമത്തിലുടനീളം തൻ്റെ ജനത്തെ അസൂയാവഹമായ രീതിയിൽ പരിപാലിക്കുന്ന ദൈവത്തെയാണ് നാം കാണുക. പുതിയ നിയമത്തിലാകട്ടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനുഷ്യനോടൊത്ത് സഞ്ചരിക്കുന്ന ദൈവം മനുഷ്യനായ ദൈവത്തെയും. ചുരുക്കത്തിൽ നാം ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നത് പോലെ നമ്മിൽ നിന്ന് ദൈവം ഓടി അകലുന്ന ഒരു യാഥാർത്ഥ്യമല്ല. നമ്മിൽ നിന്ന് ഓടി അകലുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. മറിച്ച് നമ്മെ കാണുന്ന, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന, സഹനത്തിലും സന്തോഷത്തിലും നമ്മോടൊപ്പമുള്ള, വിശ്വസ്തനും സ്ഥിരമായ സ്നേഹമുള്ളവനുമായ ഉത്തിതനായ ഈശോയാണ് നമ്മോടൊപ്പമുള്ളത്. ഉത്ഥാന സന്ദേശം വളരെ ചുരുക്കത്തിൽ എന്നാൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ വിശദീകരിക്കുന്ന ഒരു ഉപമയാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗത്തിൽ നാം തുടർന്ന് ശ്രവിക്കുക. പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ പ്രസവാനന്തരം ഭൂമിയിൽ പിറന്നു വീണ ഒരു മനുഷ്യ ജന്മത്തെ പ്രതി അതീവ സന്തുഷ്ടയാണ്. ഇതുപോലെ പീഡ അനുഭവിക്കുന്നതിന് ശേഷം ഉത്ഥാനശോഭയിൽ ശിഷ്യരും ഉത്തിതനായ ഈശോയെ പ്രതി അതീവ സന്തുഷ്ടരാകും എന്നാണ് ഈശോ ഈ ഉപമയിലൂടെ പറയുന്നത്. ഈ സന്തോഷമാകട്ടെ ലോകത്തിന് നൽകാനാവാത്ത ദിവ്യമായ ഒന്നാണ് താൻ. ഈ സന്തോഷം ഈശോയോടൊപ്പം മരിച്ച് ഉയർക്കുന്നതിലൂടെ ലഭിക്കുന്ന നിത്യാനന്ദത്തിൻ്റെ മുന്നാസ്വാദനം ആണെന്നതുകൊണ്ടാണ് ഈ ഉപമയിലെ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീ തൻ്റെ ദുഃഖത്തിനിടയിലും പ്രത്യാശയുള്ളവളായി കാണപ്പെടുന്നത്. താനൊരു പുതിയ ജീവൻ ഭൂമിയിൽ പ്രദാനം ചെയ്യുവാൻ പോകുന്നു എന്ന പ്രത്യാശ ആ സ്ത്രീയെ സഹനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രേരിപ്പിക്കുകയും പ്രാപ്തയാക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നാം ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ ആ നന്മയുടെ നല്ല ഫലങ്ങൾ ലഭ്യമാകുമ്പോൾ ഇല്ലാതാകുന്നു. അഥവാ ഏറെ നല്ല ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണല്ലോ താൻ ഏറെ സഹനത്തോടെ ചെയ്തത് എന്ന് ചിന്തിച്ച് സഹനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ഇത് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകേണ്ട ഒരു വസ്തുതയാണ്. ഈശോ മിശിഹായോടുകൂടെ നമ്മുടെ പാപങ്ങളോടും ദുർവാസനകളോടും കൂടെ മരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഈശോയുടെ കൂടെ പുതിയ മനുഷ്യനായി അവിടുത്തെ വചനത്തിനനുസൃതമായ ജീവിതം നയിക്കുന്ന പുതിയ വ്യക്തിത്വത്തോടെ ഉയർക്കുമ്പോൾ ഇല്ലാതാകുന്നു. ഈ വേദനയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു തുടർ പ്രക്രിയയാണ്. ഓരോ നിമിഷവും നാം നമ്മുടെ ദുർവാസനകളെ പ്രതി മരിക്കുകയും ദിവ്യപ്രബോധനത്തെ പ്രതി ഉയർക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ മക്കളായിത്തീരണം. ഇതാണ് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ. ഇതാണ് യഥാർത്ഥമായ നോമ്പാചരണത്തിൻ്റെയും ഉയർപ്പാഘോഷത്തിൻ്റെ അനുഭവം. അതായത് ഈശോ പറയുന്നത് പോലെ ദുഃഖം സന്തോഷമായി മാറുന്ന അനുഭവം. ഈ സന്തോഷം പണം കൊടുത്ത് വാങ്ങാവുന്ന ഒന്നല്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ ഞായറാഴ്ച നാം വായിച്ചു കേൾക്കുന്ന, നമ്മൾ വ്യാഖ്യാനിച്ച ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നെടുത്ത വായനയിൽ വ്യക്തമാകുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഉത്തിതനായ ഈശോയുടെ ഈ വലിയ അനുഭവം, ഉത്ഥാനത്തിൻ്റെ ആനന്ദം കൊണ്ടാടുന്ന ഈ ഉയർപ്പ് കാലത്തിൽ മഹത്വപൂർണ്ണ ഈശോയെ കാണുവാനും കേൾക്കുവാനും നമുക്ക് ശ്രമിക്കാം. നമുക്ക് ചുറ്റുമുള്ള ലോക യാഥാർത്ഥ്യങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുവാൻ